അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن المساجد لله فلا تدعوا مع الله أحدا. വേദിയിലുള്ള ബഹുമാന്യനായ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ഇന്ന് ഈ പള്ളി നമുക്ക് വേണ്ടി ഔപചാരികമായി തുറന്നു തരികയും ചെയ്ത പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഹനീഫ് സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ, വിവിധ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുമൊക്കെ ഇവിടെ ശക്തമായ സാന്നിധ്യങ്ങളായ വ്യക്തിത്വങ്ങൾ, മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ ഈ ഒരു പള്ളി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയരെ, ഈ സന്തോഷത്തിൽ പങ്കുചേരുക എന്നത് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ വരവിന്റെ ഒരു ഉദ്ദേശം. ഇത് കുറെ പ്രസംഗിക്കുക എന്നത് അല്ല, ഇത് കാണുക എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ സംഘാടകര് നല്ല മിടുക്കുള്ളവരാണ്. അത് ഈ പള്ളിയുടെ എല്ലാ കാര്യത്തിലും കാണുന്നുണ്ട്. ഒരു വ്യത്യസ്തത തന്നെ സംഘാടനത്തിനുണ്ട്. മിടുക്കെന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന്, ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള ഇച്ഛാശക്തി അവർ കാണിച്ചു, അത് യാഥാർത്ഥ്യമാകാനുള്ള വഴികൾ അവർ കണ്ടെത്തി, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിനുള്ള സഹായങ്ങൾ ഉണ്ടായി. പിന്നെ ഇതിന്റെ ഉദ്ഘാടനം റമദാനിന്റെ മുമ്പ് തന്നെ നടത്താനുള്ള ഒരു സന്ദർഭം, ഒരു സാഹചര്യം ഒരുങ്ങി വന്നു. അന്ന് ഒരു താൽക്കാലികമായി നമസ്കാരം ആരംഭിച്ചെങ്കിലും ഔപചാരികമായ ഉദ്ഘാടനം നീട്ടിവെച്ചു. പിന്നെ ഇപ്പോൾ വളരെ സംഘടന തിരക്ക് പിടിച്ച ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ആദർശ പ്രയാണവും, അതുപോലെ തന്നെ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഒരു സവിശേഷമായ പ്രമേയം മുൻനിർത്തി നമ്മുടെ സ്റ്റുഡൻസ് വിങ് നടത്തുന്ന ക്യാമ്പയിനും ഒക്കെയുള്ള ഒരു ഘട്ടമാണ്. അപ്പൊ ഇന്ന് തന്നെ നമ്മുടെ ജില്ലയിൽ ഒട്ടനവധി പരിപാടിയുണ്ട്. ഇനി മെയ് 12-ാം തീയതി ഇതിന്റെ പരിപാടി നടക്കുന്നു. അങ്ങനെ മിക്കവാറും ഞങ്ങളൊക്കെ ഓരോ പരിപാടികളുടെ തിരക്ക് തന്നെയാണ്. പക്ഷെ അത്തരം ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ പറപ്പൂര് മൗലവി, ഞാനും ഒക്കെ എല്ലാരും ഇവിടെ കൊണ്ടുവന്നല്ലോ. അത് ചെറിയ കാര്യമല്ല. കാരണം അത്ര തിരക്കുള്ള സമയത്ത് എല്ലാരെയും കൂടി ആട്ടിപ്പിടിച്ച് ഇങ്ങനത്തെ ഒരു പരിപാടി കൂടെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സംഘാടകർ ഈ ഒരു പ്രോഗ്രാമിൽ കാണിച്ച അവരുടെ ഒരു മിടുക്ക് തന്നെ. ആ മിടുക്ക് നിങ്ങൾ ഈ പള്ളി കൊണ്ടു നടക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒക്കെ കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഉള്ളത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് മുമ്പ് നമുക്ക് ഈ പരിപാടി എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഇതിന്റെ കാരണക്കാരായ ആളുകൾ, അഥവാ ഈ പള്ളി യാഥാർത്ഥ്യമാകാൻ കാരണക്കാരായ, അതിന് നമ്മളെ സഹായിച്ച ആളുകളെ നമ്മൾ മറക്കരുത്. അവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സന്തോഷം എന്ന് പറയാൻ കാരണം, ആദർശം ഒരു സംഘടനക്ക് അതിന്റെ ജീവനാണ്. ആദർശം പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സംഘടനാ സംവിധാനം പ്രധാനമാണ്. ആ സംഘടനാ സംവിധാനം ചടുലമാകുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നതാണ് സ്ഥാപനങ്ങൾ. അതിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. അതിനനുസരിച്ച് പള്ളികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സജീവത അടയാളപ്പെടുത്തുന്ന ചില സിംബലുകളാണ് അതൊക്കെ. റമദാനിന് മുമ്പ് കേരളത്തിൽ ഒട്ടനവധി പള്ളികൾക്കാണ് അൽഹംദുലില്ലാഹ് നമുക്ക് സാധ്യമായത്. അതിൽ മിക്കവാറും പള്ളികൾ ഉദ്ഘാടനം ചെയ്ത് PN പറപ്പൂരും ഒരുവൊക്കെ തന്നെയാണ്. ഞാൻ അവരുടെ കൂടെ ഇതുപോലെ പള്ളികളുടെ ഉദ്ഘാടനത്തിന്റെ വേദികളിൽ ഞാൻ പോകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സദസ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രവർത്തകരുടെ ഒരു എന്താ പറയുക, ജീവിതത്തിലെ തന്നെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹം പൂവണിയുന്ന ഒരു സന്ദർഭത്തിന്
സാക്ഷിയാവുക എന്നുള്ളത് ഞങ്ങൾക്കും തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞാനിപ്പോ പ്രസംഗത്തിന്റെ ഈ സമയത്ത് എത്തിയാലും എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ സമയത്ത് എത്തും. പക്ഷെ ഇതിന്റെ ഒരു നമസ്കാര സമയത്തെത്തി ഇതിന്റെ ഒരു ചടങ്ങിൽ മുഴുവൻ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഇവിടുത്തെ പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഈ പള്ളിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം കാണുക എന്നതും കേൾക്കുക എന്നതും ഞങ്ങൾക്കും കുറെ സന്ദേശങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ വരാനുള്ള ഒരു കാര്യം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ആ നിലക്ക് നമ്മുടെ പ്രവർത്തകർ ഇതില് വലിയ ഒരു ആത്മാർപ്പണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു തെക്കൻ കേരളത്തിലൊരു സ്ഥലത്ത് പോയിരുന്നു. അപ്പൊ അവിടെ പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലം കുറച്ചും ഇങ്ങനെ കുന്ന് കയറി പോയിട്ട് ഹൈറേഞ്ച് ഏരിയയാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ പള്ളി സംവിധാനങ്ങൾ ഷീറ്റൊക്കെ കെട്ടി തൽക്കാലം ഉണ്ടാക്കിയത് താൽക്കാലികമായ സംവിധാനം. അപ്പൊ അവിടുന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ പള്ളി ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സൗകര്യം നിറഞ്ഞിരിക്കുക, ജുമഴക്ക് ആളുകൾ വന്ന് തിരിച്ചു പോവുകയാണ്, ഉള്ളിലേക്ക് കയറാൻ പറ്റണില്ല, അത്രക്ക് സ്ഥലപരിമിതിയുണ്ട്. ആളുകളാണെങ്കിൽ ഓരോ ഹുതുബയും നടക്കുമ്പോൾ അത് കേൾക്കാൻ വലിയ ആഗ്രഹത്തോടു കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടേക്ക് ഇങ്ങോട്ട് കയറി വരിക എന്നുള്ളത്, ഇവിടെ വികസിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും കഴിയില്ല. അപ്പൊ അതിന്റെ തൊട്ട താഴെ ഭാഗത്ത് അഥവാ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ഒരു സ്ഥലമുണ്ട്. ഞങ്ങളതിങ്ങനെ കണ്ടും പറഞ്ഞും വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണണം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാനത് കണ്ടു. അപ്പൊ കണ്ടപ്പോ നല്ല സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കറിയാലോ അവിടുത്തെ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ ഉള്ള വിലയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അതിന്റെ ചില പരിമിതികളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിന്റെ അനിവാര്യത ഇങ്ങനെ പറയണം. അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, എവിടുന്നും ഇതിന് സഹായം കിട്ടിയില്ലെങ്കിൽ കാണുന്നുണ്ടോ അതിന്റെ വീടാണ്. ആ വീടും ഒരു 5-8 സെന്റ് സ്ഥലമുള്ളൂ എനിക്ക്. ഞാൻ അതിന് വെക്കുന്ന, ഞാൻ ആ വീടും സ്ഥലമാണ് വെക്കും. വിറ്റിട്ടാരും പാടില്ല. ഇവിടെ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ സ്ഥലം വാങ്ങാനുള്ള അഡ്വാൻസ് കൊടുക്കും, എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. എന്റെ കണ്ണിന്ന് വെള്ളം വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന് പണി കഴിഞ്ഞിട്ടില്ല, ആ വീടിന്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ അതിന്റെ മുകളിലുള്ള സ്ഥലത്തൊക്കെ പിന്നെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തേപ്പൊക്കെ കഴിഞ്ഞ് പൂർത്തിയാകാത്തൊരു വീട്ടിലേക്ക് കയറി ഇരുന്ന ഒരാളെ മാനസികാവസ്ഥ നമുക്കറിയാം. അപ്പൊ എന്താ വെച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ അത്രയും ആഗ്രഹമാണെന്ത്, ആളുകൾക്ക് ഒരു സ്വന്തം വീടുണ്ടാക്കുന്നതിനേക്കാളും വലിയ ആഗ്രഹമാണ് പള്ളി എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ വേറെ സ്ഥലത്ത് പ്രോഗ്രാമിന് പോയിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇശാക്ക് നിസ്കാരത്തിന് നിർത്തി. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ തോള് പിടിച്ചിട്ട് നമ്മളെ പ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന ആളാണ്, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഈ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ അവിടെ ഏത് സമയത്തും പിന്നെ മുഅദ്ദിനില്ലെങ്കിൽ ബാങ്ക് കൊടുക്കല് ഞാനാണ്. പക്ഷെ ഇപ്പൊ ഈ കുറച്ച് പ്രയാസം വന്നപ്പോ ഞാനവിടെ ബാങ്ക് കൊടുക്കാൻ ചെന്നാൽ എനിക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. മുഅദ്ദിനില്ലെങ്കിലും ബാങ്ക് കൊടുക്കാൻ പറ്റൂല, കൊടുത്താൽ കൊടുക്കാൻ പറ്റൂല എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആളുകൾ കാണിക്കുന്ന ഒരു പ്രയാസം. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു സ്വസ്ഥമായിട്ട് നിസ്കരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിതാ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ അതിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവരും പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ആളുകൾക്ക് സ്വസ്ഥമായി നിസ്കരിക്കുക, ഇബാദത്ത് ചെയ്യുക, നേരത്തെ പർപ്പൂർ മൊഴി PN ഒക്കെ പറഞ്ഞതുപോലെ ഒരു സമാധാനത്തോടു കൂടി പിന്നെ കാര്യങ്ങൾ നിർവഹിക്കാനൊരു ഇടമുണ്ടാവുക എന്നതിന് ആളുകൾ വലിയ തോതിലാകും. ഇവിടെയും തന്നെ ഈ പള്ളിയും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പൊറുതിമുട്ടി പ്രയാസപ്പെട്ട് ഒരു സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരിടം വേണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഒരു അവസാനത്തെ പ്രതിഫലനമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അള്ളാഹു ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കൂടെ വരാനുണ്ടാവുക എന്നത് നമ്മൾ ഓർക്കണം. നമ്മൾ ഇന്ന് 30-ാം തീയതിയാണ്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ കേരളം ഇങ്ങനെ കാത്തു നിൽക്കുന്ന എന്താ, ഒരു റിസൾട്ടിനെ അല്ലെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താകും എന്നാണ് ഇപ്പൊ എല്ലാവരും, എവിടെ ഒരു 4 ആള് കൂടിയ കല്യാണത്തിനാണെങ്കിലും ചായപ്പീടിയിലാണെങ്കിലും എവിടെ കൂടിയാലും അവസാനം ഇമ്മക്കാണ് ചർച്ച വരിക.
മീഡിയകളൊക്കെ വെള്ളത്തിൽ നീന്തണമാതിരി നീന്തിക്കൊണ്ടിരിക്കുക. ഒരു മാസമായിട്ട് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ വാർത്തയൊന്നുമില്ല. ദിവസം എന്താണ്, ആരാ മുഖ്യമന്ത്രി, ആരാ പ്രതിപക്ഷനാവുക, ആർക്കാ സീറ്റ് കിട്ടും, എത്ര കിട്ടും, അതിന് വെച്ചുവെക്കലും കാര്യങ്ങളും. കേരളം ഇങ്ങനെ ഇപ്പോ പിന്നെ ബംഗാളും അതുപോലെ തമിഴ്നാടും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇനി എന്താവും, എക്സിറ്റ് പോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷത്തിലാണ് പൊതുവെ നമ്മളെല്ലാവരും ഉള്ളത്. ഞാൻ പറയുന്നത്, നമ്മുടെ നാട് ഒരു 5 വർഷം ആര് ഭരിക്കണം എന്ന വിഷയത്തിൽ അതിശക്തമായ ഒരു ക്യാമ്പയിൻ ഇവിടെ നടന്ന ശേഷം ഒരു ഇലക്ഷൻ നടന്ന് അതിന്റെ റിസൾട്ട് എത്ര ആദിയോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു അവസ്ഥ പറയുന്നുണ്ടല്ലോ. അതിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും ഒക്കെ അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ബോധേടാകുന്നുണ്ട് അല്ലേ. നമ്മുടെ ഭാവി എന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ ഭാവി. ചില സംഘടനകളുടെ ഇതിൽ ജയിച്ചിട്ടില്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാവും, ചില നേതാക്കന്മാരില്ലാതെയാവും, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഒരു റിസൾട്ട് വരുന്ന അന്ന് എത്ര ആള്, എത്ര സ്ഥാനാർത്ഥികൾ ജീവിച്ചിരിക്കും ആ റിസൾട്ട് കാണാനാണ്. അത് വെറുതെ പറയല്ല. ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ, വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച സ്ഥാനാർത്ഥി ആ ഒരു വിജയം കാണാൻ അദ്ദേഹം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് കുഴഞ്ഞു വീണ മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നിട്ടില്ലേ. ജയിച്ചിട്ട് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ. പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ലേ, നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിട്ടില്ലേ. നമ്മൾ ആലോചിച്ചു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മളെ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന്റെ മകൻ മരണപ്പെട്ടത്. +1 പഠിക്കുന്ന കുട്ടിയാണ്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഡ്രസ്സ് മാറാൻ, യൂണിഫോം മാറാൻ വേണ്ടി റൂമിൽ കയറിയതാണ്. പിന്നെ തിരിച്ചു വരുന്നില്ല. പിന്നെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവനവിടെ കുഴഞ്ഞു വീണിരിക്കുകയാണ്. ഏതാനും ദിവസം വെന്റിലേറ്ററിൽ പോയി. ഈ കഴിഞ്ഞ ദിവസം അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി. അള്ളാഹു അവന് നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കുടുംബത്തെയും അതോടൊപ്പം അള്ളാഹു ചേർക്കുമാറാകട്ടെ. എല്ലാവരും വിഷമങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആ കുടുംബത്തിൽ. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു പോക്ക് ഇങ്ങനെ പോവുകയാണ്. ഈ പള്ളി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോ മഗ്‌രിബ് എത്ര ആൾ നിസ്കരിക്കും ഇതിൽ പറയാൻ കഴിയില്ല. നമ്മൾ അത്ര നിസ്സാരന്മാരാണ്. ഏത് ഭൂമിയിൽ എവിടെ വെച്ച് ഏത് സന്ദർഭത്തിൽ മനുഷ്യൻ മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. മരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊന്നിൽ നിന്നാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തുക. ഇതിന്റെ പ്രയോഗം നോക്കി. നിങ്ങൾ ഓടുന്നതിനെയാണ് കണ്ടുമുട്ടുക. ഇപ്പൊ ഒരു സിംഹം നമ്മളെ പിന്നാലെ കടിക്കാൻ കൂടിയാൽ, അല്ലെങ്കിൽ ഒരു നായ കടിക്കാൻ കൂടിയാൽ, ആ നായയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓടുമ്പോ ആ ഓടുന്ന സമയത്ത് മുന്നിൽ കൂടി അതേപോലെ നായ വന്ന് എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്തൊരു മരണത്തിൽ നിന്നാണോ ഓടുന്നത് ആ മരണത്തിൽ നിങ്ങൾ എത്തുക. രക്ഷെല്ലാം അതിന് സമയം നേരം നമുക്ക് പറയാൻ കഴിയില്ല. ആ മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ മസ്ജിദുൽ ഹിക്മ വേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ പള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഒരുമിച്ച് ചേരേണ്ടിയിരുന്നില്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന ഇവിടെ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ, മരിച്ചതിനു ശേഷം 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ രണ്ടാമതൊരു ദിവസം നമ്മൾ കാഹളത്തിൽ ഊതുമ്പോൾ എഴുന്നേറ്റ് വരുമെന്നതാണ് പ്രശ്നം. നിങ്ങളതിനു ശേഷം മരണപ്പെടുക തന്നെ ചെയ്യും. അവിടെ അവസാനിപ്പിച്ചില്ല. ഇതിനെല്ലാം ശേഷം നിങ്ങൾ രണ്ടാമത് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കണേ ചെയ്യും. അവിടെ എല്ലാവരും വരും. എല്ലാരും വരുമ്പോ ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പലരും വിദേശത്ത് 10, 20, 25, 30 വർഷം വർക്ക് ചെയ്ത് പിന്നെ ഇവിടെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. ഇനിയും തിരിച്ചു പോകണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ ഇപ്പൊ നമ്മൾ ആകെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 10, 60, 70 60 ഇടയിലാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറഞ്ഞത് അല്ലേ. ആ ഒരു പ്രായത്തിൽ കുറച്ചു കാലം പഠനം വിദ്യാഭ്യാസമായിട്ട് പോയി. പിന്നെ അവസാന കാലം കുറച്ച് വാർദ്ധക്യാവസ്ഥയിലും പോകും. പിന്നെ കിട്ടുന്ന സമയത്ത് ആകെ ഒരു 10, 30 കൊല്ലാണ് കിട്ടുക അല്ലേ. ആ സമയമാണ് എവിടെ കൊടുത്തത്? വിദേശത്ത് നമ്മൾ ചെലവാക്കിയത്. പിന്നെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ശ്വാസം മുട്ടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ശരിക്ക്
പിന്നെ ചില വീട്ടുകാർക്ക് പിന്നെ വേണ്ടിയും വരില്ല. അപ്പൊ ഇന്നാളടുത്ത ഒരാളിനോട് പറഞ്ഞു കണ്ടപ്പോ ഒക്കെ നിർത്തിയാ, എല്ലാം നിർത്തി. ഇനിയിപ്പോ പിന്നെ കുട്ടികൾ നോക്കട്ടെ, ബാക്കിയൊക്കെ ഞാൻ നാട്ടിലുണ്ടാവും, വേറെ പരിപാടിയൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ 4-5 മാസം കഴിഞ്ഞ് വീണ്ടും മൂപ്പരെ കണ്ടപ്പോ ഞാൻ നാളെ പോകണ്ട. അപ്പൊ നിങ്ങളിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞ് സംഗതിയൊക്കെ നിർത്തി. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഇപ്പോ പിന്നെ പെരക്കാർക്കും തന്നെ ഇപ്പൊ നമ്മളിവിടെ ഉണ്ടായിക്കോളം നിർബന്ധമൊന്നുമില്ല. അതൊരു സത്യമാണ്. 10-30 കൊല്ലം മാറി പിന്നെ വരുമ്പോ ഇതൊരു എക്സ്ട്രാണ്. അപ്പൊ പിന്നെ അത് ഭാര്യയും കുട്ടികളും ഒക്കെ ഓര് സ്വന്തം ജീവിച്ചാൽ ശീലമായിട്ടുണ്ടാവും. പിന്നെ വാപ്പ അവിടെ ഉണ്ടായിക്കോളും നിർബന്ധമല്ല, വാപ്പാന്റെ പൈസ കിട്ടിയാൽ മതി. ഇതൊരു ചെറിയ കാര്യമല്ലത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോ നമുക്ക് എന്താണുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ. അങ്ങനെ നമ്മൾ കുട്ടികളെ നോക്കി, കുടുംബം നോക്കി, ആ കുട്ടികളും കുടുംബം നാളെ പരലോകത്ത് വരുന്ന സമയത്ത് ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ. വിശുദ്ധ ഖുർആൻ പറയാ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ഫറ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുക. ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മാൻപേട വെട്ടാൽ രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെ ഓടോ, വിറളി പിടിച്ചോടോ, അതേപോലെ വാപ്പാന്റെ അടുത്തുനിന്ന് മക്കളോടും, മക്കളുടെ അടുത്ത് വാപ്പാരോടും, ഭാര്യന്ന് ഭർത്താവോടും, ഭർത്താവെന്നും ഭാര്യ ഓടും. ആർക്കും ആരെ കാര്യം ഉണ്ടാവില്ല, സ്വന്തം കാര്യം മാത്രം. നമ്മൾ ഈ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ആ മക്കളൊന്നും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അവനാന്റെ കാര്യം. ഇപ്പൊ ഈ പൂക്കിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് പണ്ടൊരു ബസ് കത്തിയത് അല്ലേ, അടുത്ത നമ്മളെ ഓർമ്മയില്ലെങ്കിൽ സംഭവം അന്ന് പത്രത്തിലുണ്ടായിരുന്നു. അതിൽ 10-40 ആൾക്കാർ മരിച്ചു എന്ന് എൻ്റെ ഓർമ്മ. ഈ മെഡിക്കൽ കോളേജത്തെ ആ പിന്നെ മയ്യത്തൊക്കെ കൊണ്ട് കടന്ന് പിന്നെ വെച്ച് അതിന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വന്നു, കറുത്ത ആൾക്കാരിങ്ങനെ. അതിലൊരു മൃതദേഹം ഒരു കുട്ടിനെങ്ങനെ മാറത്ത് വെച്ചിട്ട് ഈ എന്ത് ചെയ്ത് അണച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 വാപ്പിയും ആ കുട്ടിയും ഒന്നിച്ചാണ് കരിഞ്ഞു പോയിക്കുന്നത്. എന്താ സംഭവം എന്ന് പറയുന്നത്, ആ സമയത്ത് പോലും മകനെ ചേർത്ത് പിടിച്ചു, എന്റെ കുട്ടി എന്നുള്ളതാണ്. പക്ഷെ 2 ആളും കത്തുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വാപ്പിയും ഇവിടെ ഉണ്ട്, വാപ്പിയും കുട്ടികളും ഇവിടെ ഉണ്ട്. പക്ഷെ പരലോകത്തെ അവസ്ഥ എന്താ വെച്ചാൽ സ്വന്തം കാര്യം ഉണ്ടാവും. അവനാൻ എന്തോ ചെയ്തോ അതേ ഉണ്ടാവുള്ളൂ പരലോകത്ത്. വേറെ ആർക്കും ആരും നോക്കാൻ കഴിയില്ല. സുഹൃത്തുക്കൾ, അത് വളരെ ദൂരമല്ല, അത് വളരെ അടുത്താണ്. ആ റിസൾട്ടാണ് ഏറ്റവും വലിയ റിസൾട്ട്. ഞാൻ ഈ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, അവരുടെ വിചാരണയുടെ നാളിങ്ങനെ അടുത്തു വരുമ്പോ മനുഷ്യന്മാരാകട്ടെ അതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ് എന്നാണ്. ദുനിയാവിനെ കുറിച്ചാണ് എല്ലാവർക്കും ചിന്ത. മരണപ്പെട്ടു പോയാൽ എന്റെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് പലർക്കും ഒരു ഓർമ്മയെ പോലുമില്ല. സുഹൃത്തുക്കളെ, ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇപ്പൊ നമ്മൾ മരിച്ചാൽ എന്താ നമ്മളെ അവസ്ഥ? നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മളെ സാമ്പത്തിക അവസ്ഥ എന്താ? പലിശയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ നമ്മളെ കണ്ടു തീർത്ത കാര്യങ്ങൾ എന്താ നമ്മളെ അവസ്ഥ? ആ ഒരു നിരക്കുള്ളൊരു ഓഡിറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും നടത്തണം. എന്നിട്ട് എന്റെ റിസൾട്ട് നാളെ എന്താവും? എന്റെ വലത് കൈയിലാണോ ഗ്രന്ഥം കിട്ടുക, ഇടത് കൈയിലാണോ കിട്ടുക? ഇതിനെക്കുറിച്ചൊരു ബേജാറ് നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് നേരത്തെ ഈ 5-ാം തീയതി വരുന്ന ഇലക്ഷന്റെ ആ റിസൾട്ടിനെ പറ്റി മത്സരിക്കാത്ത നമുക്ക് കൂടി എന്താണ് ആകെ ബേജാറാണ് അല്ലെ? ഒരു 5 കൊല്ലത്തെ വിഷയമാണ് ഇപ്പൊ ഒരു നാടിന്റെ. അത് ചെറുതായി കാണല്ല ഞാൻ. പക്ഷെ അതിനേക്കാളും വലിയൊരു സംഭവമാണ് എന്ത് വരാനിരിക്കുന്ന നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെ 2ാമത് ഇങ്ങോട്ട് വരാൻ കഴിയൂല. യൗമുൽ ഫസ്ൽ എന്നാണ് അതിന് പേര് പിടിച്ച. യൗമുൽ ആഖിർ അല്ലേ, യൗമുദ്ദീൻ എന്നൊക്കെ പേരുണ്ട്. യൗമുൽ ഫസ്ൽ എന്താ? യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്ന ദിവസമാണ്. നല്ലവരെയും ചീത്തവരെയൊക്കെ വേർതിരിക്കുന്ന ദിവസം. അവിടുന്ന് മനുഷ്യന്മാരെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണും. നരകവും കാണും, സ്വർഗവും കാണും. ആ കാണുന്ന സമയത്ത് പടച്ചോനെ, ഈ നരകൻ സത്യമാണല്ലോ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിന് രക്ഷപ്പെടാൻ ഒരു ഒരുക്കവും ഞാൻ ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് തിരിച്ചയക്കണം എന്ന് അവിടെ വെച്ച് പറയുമ്പോൾ പടച്ചോൻ പറയില്ല, ഇനി കഴിയൂല എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖലൽ ജന്ന ഫഖദ് ഫാസ്. എല്ലാ നഫ്സും മരിക്കുന്നല്ല പറഞ്ഞത്,
മരണത്തിന്റെ രുചി ആസ്വദിക്കുന്ന, മരണത്തിന്റെ ഒരു വേദന ഉണ്ട്, അത് ആസ്വദിക്കുന്നില്ല. എന്നിട്ട് അവർ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നാളെ പരലോകത്താണ് എന്ത് ചെയ്യുക? പൂർണ്ണമായി തരിക. അത് നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ. അവർ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നോ, ആര് സ്വർഗത്ത് പോകുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയി. പരീക്ഷയിലുള്ള വിജയം ഒരു വിജയമാണ്, പക്ഷെ അത് ശാശ്വതമായ വിജയമല്ല. കച്ചവടത്തിലുള്ള ലാഭം ഒരു ലാഭമാണ്, പക്ഷെ അത് ശാശ്വതമായ ലാഭമല്ല. ഇലക്ഷനിലുള്ള വമ്പിച്ച ഭൂരിപക്ഷം ഒരു ഭൂരിപക്ഷമാണ്, വിജയമാണ്, പക്ഷെ അത് ശാശ്വതമായ ഭൂരിപക്ഷമല്ല, അത് ശാശ്വതമായ വിജയമല്ല. വിജയം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം നമ്മളെ ഖബറിൽ കൊണ്ടുപോയി കിടത്തി പിന്നീട് രണ്ടാമത് എഴുന്നേറ്റ് വരുന്ന പരലോക ജീവിതത്തിൽ ആർക്ക് അവിടെ സ്വർഗത്ത് പോകാൻ കഴിയണോ അതാണ് ജീവിതത്തിന്റെ വിജയം. അതിനൊരു തൽക്കാലം ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് നമ്മളെ ശൈത്താൻ നമ്മളെ ഇതന്നെയാണ് ജീവിക്കാനുള്ളത് ഇങ്ങനെ തോന്നിപ്പിക്കും. ആഖിറത്തിന്റെ വിഷയം മറപ്പിക്കും. ഇതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ പരിപാടി. അപ്പൊ എന്ത് ചെയ്യും? ആ ദുനിയാവിന് വേണ്ടി നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്യും, നമ്മുടെ സംസ്കാരം കോംപ്രമൈസ് ചെയ്യും, നമ്മുടെ മതപരമായ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം പള്ളിയിൽ വന്നാൽ മതി. എല്ലാം തീർന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ഖുർആൻ ഓതിയാൽ മതി. എല്ലാ ദുനിയാവിന്റെ തിരക്കുകളും മാറ്റിവെച്ച ശേഷം പണമുണ്ടെങ്കിൽ മാത്രം ദാനം കൊടുത്താൽ മതി. ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സമയം നീക്കി വെച്ചിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നാൽ മതി എന്നൊരു ധാരണയിലേക്ക് ശൈത്താൻ നമ്മളെ കൊണ്ടുപോകണം. ഒന്നും തിരക്കല്ലേ, ഭയങ്കര തിരക്ക്. നിങ്ങൾ ഈ ജുമഴക്ക് ആൾക്കാർ കയറി വെള്ളിയാഴ്ച സ്ഥിരമായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ആ രണ്ടാം ഖുതുബ തുടങ്ങുന്ന സമയത്ത് വരിക. അതെന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന് തിരക്ക്, രണ്ടാമത്തെ എന്താ വെച്ചാൽ നേരത്തെ അവിടെ വന്നിരുന്ന എന്തെങ്കിലും കേൾക്കേണ്ടി വരും. അത് കേട്ടാൽ ചിലപ്പോൾ നന്നാകേണ്ടി വരും. അപ്പൊ അതിനാവില്ല, എന്നാ കേൾക്കാതെ എന്നാ വന്ന് ചില ആൾക്കാരെന്ന് വെച്ചാൽ വന്നിട്ട് പിന്നെ ഹൗസിന്റെ അവിടെ വന്നിങ്ങാണ്ട് ഇങ്ങനെ കാല് വരുത്തി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അതെന്താ വെച്ചാൽ ഒന്ന് ആ പ്രശ്നം കൂടി കഴിഞ്ഞോട്ടെ. ജുമ നടക്കുന്ന സമയത്ത് അങ്ങാടിയിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. അത് ആൾക്കാർ ചോദിക്കുമല്ലോ, എന്തേലും കഴിച്ച് പള്ളിയിൽ പോകത്ത് ചോദിക്കൂല. അപ്പൊ അതിനൊരു എന്നാ പോയി അങ്ങനെ ഉണ്ടല്ലോ, ആർക്കേലും വേണ്ടിയൊക്കെ വന്ന് ഒപ്പിച്ചു പോണ ഒരു പരിപാടി. അങ്ങനെ അല്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കങ്ങളോട് പറയുന്നത്, ഈ പള്ളി എന്തിനാന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ആഖിറത്തിന് വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയ രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിൽ ജമാഅത്തിന് വരാൻ കഴിയുന്ന ആൾക്കാർ, ഇവിടുത്തെ നാട്ടുകാർ. രണ്ടാമത്തത് ഇതുപോലെ പള്ളികളുള്ള നാട്ടിൽ നിന്നാണ് നമ്മളൊക്കെ വന്നത്. ഇപ്പൊ എനിക്കൊരു മഹലുണ്ട് അല്ലെ, ഇവിടെ PN ഉണ്ട്, PN ഒരു മഹലുണ്ട്, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു മഹലുണ്ട്. ദൂരമുള്ള ആൾക്കാർക്ക് രണ്ടു കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു നിമിത്തമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയാം, ഇതൊരു നിമിത്തമാണ്. എന്താ നിമിത്തം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ നിങ്ങൾക്കൊരു ഏതുമാണ് ഒരു കാരണമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനം PN നേരത്തെ പറഞ്ഞ ജമാഅത്ത് നിസ്കാരം തന്നെയാണ്. ആ ജമാഅത്ത് നിസ്കാരം ഒരു ചിട്ടയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നെയ്യത്ത് കൊടുക്കുക, ഇൻഷാ അല്ലാഹ് ഈ പള്ളി വന്നു, ഇനി ഞാൻ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കും. ഈ ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതൊരു ഈ പള്ളി ഉദ്ഘാടനത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, ഇങ്ങനെ പറഞ്ഞത് കേട്ട് അത് ജീവിതത്തിൽ പകർത്തിയ ചില ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പിന്നീട് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നമ്മുടെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ പോയി, കുറച്ചായിട്ട് കടപ്പിലാണ്. അപ്പൊ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് പോരാ നേരത്തെ അയാൾ കയ്യുമ മുറുക്കി പിടിച്ചിട്ട് വിടുന്നില്ല. അപ്പൊ ഞാന് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, ഞങ്ങൾ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് എന്റെ അസുഖവും ഇതൊന്നുമല്ല പ്രശ്നം, എനിക്ക് ആകെ സങ്കടം എന്താന്ന് വെച്ചാൽ പള്ളിക്കെന്ന് ഹയ്യാല സ്വലാത്ത് ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോൾ എനിക്ക് പള്ളിക്ക് പോകാൻ കഴിയുന്നില്ല, എനിക്ക് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ ഒരു ഖുതുബ ജമാഅത്ത് നിസ്കാരത്തെ പറ്റിങ്ങാണ്ട് ഒരു ഖുതുബ ഇവിടെ നടത്തിയിരുന്നു. അന്ന് അവിടെ കുറച്ചു കാലം ഞാൻ ഖുതുബ പറഞ്ഞാണ്. അപ്പൊ അന്ന് നിങ്ങൾ മറന്നിട്ടുണ്ടാവും, നിങ്ങളാണ് നടത്തിയത് പറഞ്ഞു. അന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ജമാഅത്തിന് പോയിട്ടുണ്ട്, ഇതുവരെ പോയിട്ടുണ്ട്. പക്ഷെ ഈ അസുഖം വന്ന ശേഷം എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ജമാഅത്തിന് ഇങ്ങനെ അവിടുന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇടങ്ങേറാണ്, ആ ഒരൊറ്റ സങ്കടമുള്ളൂ.
അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ വന്നല്ലോ, നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ മുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ ആ നെയ്യത്തിനും അതിനും അള്ളാഹ് എന്ത് ചെയ്യും, നമുക്ക് കൂലി തരും. കാരണം നമ്മളെ കാരണം കൊണ്ടല്ലോ മുടങ്ങിയത്. ഒരു കാര്യം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മളെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് അമലുകൾ എന്ത് ചെയ്യുക അള്ളാഹു സ്വീകരിക്കും. ഒരു നന്മ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു, നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് അത് മുടങ്ങിയാലും അതിന്റെ കൂലി എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ തിന്മ അങ്ങനെയല്ല. തിന്മ ചെയ്യാൻ വിചാരിച്ചിട്ട് അത് ചെയ്യാതെ വന്നാലും അത് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. മനസ്സിലായോ? വിചാരിച്ചതുകൊണ്ട് ചിലപ്പോൾ കുറ്റം കിട്ടിക്കൊള്ളുന്നു. നന്മ അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഇവിടെ സഹോദരിമാരുണ്ട്, സഹോദരിമാർക്ക് അത് നിർബന്ധമായ ഒരു കടമയല്ലെങ്കിലും അവരും തന്നെ അടുത്തുള്ളവരൊക്കെ പള്ളിക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പൊ ഒരു കാര്യം തീരുമാനിക്കാൻ പറയാനുള്ളത്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠത നമ്മൾ കാത്തു സൂക്ഷിക്കുക. ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതിൽ യാതൊരു കോംപ്രമൈസും വരുത്തുക. അതിനൊരു തീരുമാനമായിട്ട് വരും. അത് സുബൈമങ്ങനെ തുടങ്ങുക എന്നുള്ളതാണ്. സുബൈ ജമാഅത്ത് കയ്യിൽ ഒതുങ്ങിയാൽ അന്നത്തെ ദിവസം നമ്മളെ കയ്യിൽ ഒതുങ്ങി, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. സുബൈ പോയോ അന്നത്തെ ദിവസം പോയി, അന്നത്തെ ദിവസം പോയി. നേരത്തെ PN പറഞ്ഞില്ലേ, അള്ളാന്റെ സംരക്ഷണത്തിലാണ് നമ്മൾ ഉണ്ടാകുക. ചെറിയ കാര്യം നല്ലത്, പടച്ചോൻ നമ്മൾ നോക്കുന്ന പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ എന്ത് ചെയ്യും, ശൈത്താൻ നമുക്ക് ഇങ്ങനെ വസ്വാസം തോന്നിപ്പിക്കും. അപ്പൊ ഒന്ന് പോരുമ്പോ എന്ത് ചെയ്യാറില്ല, ഒന്ന് പോരിന വൈക്കൊക്കെ കോളിമെല്ലൊക്കെ ഒന്ന് അടിക്കാതെ നീച്ചിട്ടില്ല, വെളിച്ചം കണ്ടില്ലെങ്കിലേ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്ന് വിളിച്ച് കൂട്ടി, അതുപോലെ ഫോണിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒന്ന് പറയും ചെയ്യുക. എന്ത് പിന്നെ എന്നെ പള്ളി കണ്ടിട്ടില്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിക്കണം കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ പരസ്പരം ഒരു വതവാസൂബിൽ ഹഖ് വതവാസൂബിൽ സബ്ർ എന്ന് പറഞ്ഞാൽ പരസ്പരം നന്മ ഉപദേശിച്ചിട്ടും കൽപ്പിച്ചിട്ടും ഒക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, ജമാഅത്ത് നിസ്കാരം മുടങ്ങാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ജമാഅത്തായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണെന്ന്. അതിനനുസരിച്ച് വേറെ എല്ലാ കാര്യം, ഒരു കല്യാണം തീരുമാനിക്കുകയാണെങ്കിലും, ഒരു മരണം, ഒരു മയ്യത്ത് എടുക്കുന്ന സമയം നിശ്ചയിക്കുകയാണെങ്കിലും, വേറെ ഒരു മീറ്റിംഗ് തീരുമാനിക്കുകയാണെങ്കിലും ഒക്കെ പിന്നെ ജമാഅത്ത് സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഒരു രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമസ്കാരം ഒഴിവാകാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മളൊരു അതിഥി സംസാരിച്ചപ്പോ പറഞ്ഞു, വീടുകളിലൊക്കെ ഒരു പള്ളി വേണം. വീടുകളിൽ വൃത്തിയുള്ള ഒരു നിസ്കരിക്കാനുള്ള ഒരു മുസല്ല അവിടെ വേണം എന്നുള്ളത് നല്ലതാണ്. പക്ഷെ നമ്മളെ ആളുകൾക്ക് അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എന്താ വെച്ചാൽ ഒരു വീട്, പുതിയ വീട് ഇരിക്കാൻ വിചാരിക്കുക, ഒരു ഹൗസ് വാമിങ്ങിന്റെ അന്ന് കാണാം സാധാരണ പള്ളി പോയി ജമാഅത്ത് സുബഹി നിസ്കരിക്കുന്ന ആളുകളൊക്കെ നേരെ പള്ളിക്ക് ഓണിന് പോയാലും നേരെ അവിടെ പോകും, ഈ പുതിയ വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ അതിന് പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ടാക്കി അവിടെ എന്നിട്ട് ഇമാം നിർത്താനും എന്ത് ചെയ്യും, ആരെങ്കിലും ഒക്കെ വിളിച്ചിരുത്തി അതൊരു സംഭവമാക്കി എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ സുബഹി നിസ്കരിക്കുക. ഇപ്പൊ സാധാരണ എന്താ സംഭവിച്ചത്, ഒരു കാര്യം മനസ്സിലാക്കുക, ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അത് ഇനി ഹൗസ് വാമിംഗ് അല്ല, എന്ത് നടക്കുകയാണെങ്കിലും വീട്ടിൽ വെച്ച് നിസ്കരിക്കണ പരിപാടിയില്ല. അതെല്ലാവരും തിരുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തിനാ വീട്ടിൽ മുസല്ല, അത് സുന്നത്ത് നിസ്കരിക്കാനാണ്. അത് റവാത്തിബ് സുന്നത്തുകളില്ലേ, അത് 12 റക്അത്ത്. ആ 12 റക്അത്ത് ളുഹറിന് മുമ്പ് 4 റക്അത്തുണ്ട്, ശേഷം 2 റക്അത്തുണ്ട്. അതേപോലെ തന്നെ മഗ്രിബിന് മുമ്പ് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിന്റെ മുമ്പ് 2. ഈ നിസ്കാരങ്ങളൊക്കെ നമുക്ക് എവിടെ നിസ്കരിക്കാം, വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെന്നാണ് ഏറ്റവും നല്ലത്. അത് ശരിക്കും കൊടുത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചും കണ്ട് എന്ത് ചെയ്യാം, നമ്മൾ നിർബന്ധ നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുക. ഇതൊക്കെ ക്ലാരിറ്റി വരണം. ഇതൊക്കെ സംഭവം എന്താ വെച്ചാൽ എന്തെങ്കിലും ചെയ്യും, ആ ചെയ്യുന്നത് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യൂല, പാലിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നമ്മൾ കൂട്ടത്തിൽ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ പള്ളിയില് ഈ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമഅക്ക് മാക്സിമം നേരത്തെ വരും, മാക്സിമം നേരത്തെ വന്ന് ആ ജുമഅയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം, ഖുത്ബ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പള്ളി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ വലിയ ഒഴുക്കപ്പെട്ടാല് ആ വെള്ളത്തിൽ ഇങ്ങനെ ചുഴിയിലൂടെ ഇങ്ങനെ ഒഴുകി പോണ ഒരാളവസ്ഥകൾ ആലോചിച്ചു. ആ സമയത്ത് അയാൾക്ക് ഒരു പിടിക്കാൻ ചെറിയൊരു പിടിവള്ളി എവിടെയെങ്കിലും കിട്ടിയാൽ വല്ലാത്തൊരു ആശ്വാസം അല്ലെ, ഒരു വേരുമേ എന്തുമേലും പിടുത്തം കിട്ടിയാൽ എങ്ങനെയെങ്കിലും പിടിച്ചും കണ്ട് എന്ത് ചെയ്യാം, ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റ്, ഒരു ചുഴലിക്കാറ്റിന് വന്നു വിചാരിക്കുക,
ആ കാറ്റ് വരുമ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ആടുന്ന സമയത്ത് നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ ഒരു മരോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കയറോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തന്നെ. യഥാർത്ഥത്തില് നമ്മളപ്പത്തെ നമ്മളെ നാട്ടില് ഇതുപോലെയുള്ള ഒരു ചുഴലിയിലാണ് നമ്മളുള്ളത്. ചുഴിയിലാണ് നമ്മളുള്ളത്. ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഒരു മലവെള്ളപ്പാച്ചിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബ സംവിധാനത്തെ അതിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കുന്ന ഒട്ടനവധി വെല്ലുവിളികളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യാദൃശ്ചികമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഒരു സമൂഹ നിർമ്മിതിയുടെ ഘടന എന്ന് പറയുന്നത് വിവാഹമാണ്. ഒരു സമൂഹത്തെ മുച്ചൂടുമില്ലാതെയാക്കാൻ ആ വിവാഹ സംവിധാനത്തെ തകർത്താൽ മതി. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ കാഴ്ചപ്പാടിനെ ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുക. ആണും തമ്മിൽ നടത്താം, പെണ്ണും തമ്മിൽ നടത്താം. അതാണ് LGBTQ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് അവിടെ യൂറോപ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും. അല്ല, നമ്മളെ നാട്ടിൽ തന്നെ കണ്ടു. നിങ്ങൾ പറുത്തിട്ട കുട്ടികൾ രണ്ടാള് തമ്മിൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിക്കണമെന്ന് കഴിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ അവിടെ അവസ്ഥ എന്താ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പെൺകുട്ടികൾക്കിടയിലുള്ള അവസ്ഥ എന്താ? ആ പെൺകുട്ടികൾക്കിടയിൽ ഇന്ന് വിവാഹ ഫോബിയ ഇന്ന് കുട്ടികൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. നിങ്ങളെ മകളോട് പോയിട്ട് മോളെ ഏതായാലും ഡിഗ്രി കഴിഞ്ഞല്ലോ, ഈ കല്യാണം നോക്കട്ടെ, നല്ലൊരു കല്യാണാലോചന വരുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കി. അപ്പൊ അവള് പറയും ഏതായാലും ഡിഗ്രി സെക്കൻഡ് ഇയറിലേ ഇപ്പൊ ആയിട്ടുള്ളൂ, ഞാൻ വന്നിട്ട് പൂർത്തിയായിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ. പൂർത്തിയായിട്ട് ചോദിച്ചാൽ പറയുന്നത് PG കൂടി കഴിഞ്ഞോട്ടെ. PG കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ട്രെയിനിങ് കൂടി ഉണ്ട്, അതും കൂടി കഴിയട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഞാനിപ്പോ ഒരു ജോലി ആയിട്ട് എന്നിട്ടേ കല്യാണം. ഈ ജോലി ഇല്ലാതെ കല്യാണം കഴിച്ചാല് അത് ഭയങ്കര പ്രശ്നമാണ്. പണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞിരുന്നത്, പണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ പുരുഷനൊരു ജോലി വേണമെന്നാണ് നമ്മൾ നിർബന്ധിച്ചത് അല്ലെ? അവനൊരു ജോലി ഉണ്ടോന്നാണ് നോക്കും. പെണ്ണിന് ജോലി വേണമെന്നൊരു നിയമമായിട്ട് കട്ടായമായിട്ട് നമ്മൾ പറയാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കല്യാണം നടക്കണമെങ്കിൽ എന്ത് വേണം? പെണ്ണിനും കൂടി എന്ത് വേണം? ഒരു ജോലി വേണം. അത് എന്തിനാണെന്നറിയോ? അത് സ്ത്രീകൾക്ക് ഒരു പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക മനോഭാവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ പുരുഷന്മാരെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു വില ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്കൊരു ജോലി വേണം, നിങ്ങൾക്ക് പണം വേണം കയ്യിൽ. അപ്പോഴേ അവനെ വരച്ചോടുത്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും ആണുങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഭർത്താവിനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ആരെ പറഞ്ഞേക്കുന്നത്? പെൺകുട്ടികളെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് കോട്ടിയടിച്ച മാതിരി അങ്ങോട്ട് പോയി ഇങ്ങോട്ടേ വരും. എത്ര പെട്ടെന്ന് ഡൈവേഴ്സ് നടക്കണത്? എത്രയോ വലിയ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് നടത്തിയ കല്യാണം പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞ ചെറിയ കാരണം കൊണ്ട്. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടിനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വാപ്പ അവർക്ക് ശത്രുവാണ്, ഉമ്മ ശത്രുവാണ്, ജ്യേഷ്ഠൻ ശത്രുവാണ്, അമ്മാവൻ ശത്രുവാണ്. എന്താ അവസ്ഥ? അതായത് ഇവര് പിന്നെ അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ആരാ? അവരുടെ ഒറ്റ മിത്രങ്ങൾ എന്ന് പറയുന്നത് ആരാ? ഏതോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു പ്രൊഫൈൽ. ആ പ്രൊഫൈലിനോടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാരാന്ന് പോലും അറിയില്ല, നാടറിയില്ല. അല്ലെങ്കിൽ അങ്ങാടിയിൽ എപ്പോഴും ആ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി, അയാളാണ് അവരുടെ രക്ഷകൻ. വളർത്തിയുണ്ടാക്കിയ വാപ്പാക്ക് വരില്ല, ഉമ്മാക്ക് വരില്ല, കുടുംബങ്ങൾക്ക് വരില്ല, രക്ഷിതാക്കൾക്ക് വരില്ല, അതുപോലെ തന്നെ ഗുരുനാഥന്മാർക്ക് വരില്ല. അവരൊക്കെ തന്തവൈബാണ്, അവരൊക്കെ തള്ളവൈബാണ്. ഇത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ല. അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മതനിഷേധത്തിലേക്കും മതവിലാസത്തിലേക്കും വിശിഷ്യ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറഞ്ഞ്, യോളോ എന്ന് പേരിട്ട്, അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ. എനിക്ക് 18 വയസ്സായി, പിന്നെ എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്നുള്ള ആശയങ്ങൾ ഇങ്ങനെയുള്ള. അതാണ് ഞാൻ പറഞ്ഞ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബ സംവിധാനം. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ. ഇതിനിടയ്ക്ക് പിടിച്ചു നിർത്തുവാനുള്ള ഒരു പിടിവള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഹിക്മ എന്ന് പറയുന്നത്. ഇതിനിടയിൽ പിടിച്ചു നിൽക്കുവാനുള്ള കയറിന്റെ പേരാണ് ഈ മസ്ജിദുൽ ഹിക്മ എന്ന് പറയുന്നത്. വെറുതെ പറയല്ല ഞാൻ. ഈ പള്ളി നിങ്ങളുടെ കുടുംബത്തിന് ഭദ്രത ഉണ്ടാക്കാൻ,
നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ, ഈ ലിബറലിസത്തിന്റെയും മതനിരാസത്തിന്റെയും ആത്മീയ ചൂഷണത്തിന്റെയും ശിർക്കിന്റെയും വിജയത്തിന്റെയും അധാർമികതയുടെ കുത്തൊഴുക്കിൽ നിന്ന് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും കരകയറ്റുവാനുള്ള ഒരു പിടിവള്ളിയുടെ പേരാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ആ പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങൾ, ഖുതുബകൾ, ക്ലാസുകൾ, അവിടേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതം. നിങ്ങൾ സാധാരണ പശുക്കളെയൊക്കെ കെട്ടിയിടുന്നുണ്ട്. നമ്മൾ പുല്ല് തിന്നാൻ വേണ്ടി എന്ത് ചെയ്യും? കന്നുകാലികളെ ഒരു കുറ്റിയിൽ കെട്ടിയിടും. നീണ്ടൊരു കയറുണ്ടാവും, അതിന് ചുറ്റും പുല്ലുണ്ടാവും. പക്ഷെ ആ പുല്ല് തിന്നിങ്ങനെ നടക്കുമ്പോ എവിടെ വരെ പോവുള്ളൂ? ഈ കയറിന്റെ നീളം കഴിയുമ്പോൾ അവിടെ നിൽക്കും, അല്ലേ? ഇതേപോലെയാണ് ഒരു വിശ്വാസിയുടെ കഴുത്തിലൊരു കയറുണ്ടെങ്കിൽ അതിന്റെ ഒരറ്റം പള്ളിയിലായിരിക്കും. ആ പള്ളിയിൽ നിന്ന് അയാളുടെ വേറിട്ട് പോകില്ല. ജീവിതത്തേക്ക് സുബഹി കഴിഞ്ഞ് ഇങ്ങനെ അവരാന്റെ മഴീശത്തിനോട് പോകുമ്പോ അപ്പോഴേ കഥ ദുഹറിന് പാമ്പ് കൊടുത്തു, വീണ്ടും പള്ളിക്ക് തന്നെ. ദുഹർ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോകുമ്പോ അസറിന് പാമ്പ് കൊടുത്തു, വീണ്ടും പള്ളിക്ക് തന്നെ. ഇങ്ങനെ മടങ്ങി തന്നെ, പള്ളിക്ക് ഇങ്ങനെ മടങ്ങി തന്നെ. ആ പള്ളിയാണ് നമ്മുടെ ഒരു നമ്മുടെ സമാധാനത്തിന്റെ ഇടം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ വലിയ യാത്ര കഴിഞ്ഞ് വന്ന് ആദ്യം വരികല്ല പോവുക, നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഒന്ന് സ്വസ്ഥായി അവിടുന്നാണ് വീട്ടിൽ വരിക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായവരെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക ചെയ്യാം. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലൂടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. 10 മിനിറ്റും കൂടി മാത്രം സുഹൃത്തുക്കളെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ പള്ളിക്ക് പെർമിഷന്റെ കാര്യം പറഞ്ഞു. ആ പെർമിഷനിൽ ആരോ പരാതി കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ പരാതിയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന് പെർമിഷൻ അനുവദിച്ച കാര്യം ഇവിടെ ജനപ്രതിനിധികൾ സൂചിപ്പിക്കണ്ടായി. അവർക്ക് പ്രത്യേകം മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഈ പ്രവർത്തകർക്കും ഈ സംഘടനകൾക്കും വേണ്ടി അവർ ചെയ്തത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇത് കേൾക്കുന്ന മറ്റു ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഒരു സന്ദേശമാണ്. എന്താ കഥ? എന്ന് മുതലാണ് ഇപ്പൊ ഈ മതപ്രവർത്തനം, പള്ളി, മദ്രസ്, ഈ അതുപോലെ മതപ്രഭാഷണങ്ങൾ, ഇതൊക്കെ ഇന്നൊരു കുറ്റകൃത്യമായി മാറിയത് നമ്മുടെ നാട്ടിൽ. ഇത് വെറുതെ മാറിയതല്ല. ഇത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഏതാനും വർഷങ്ങളായി മതം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, കുഴപ്പമാണ്, കലാപമാണ് എന്നൊരു നെഗറ്റീവ് ബോധപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും ആൾക്കൂട്ടത്തെ സ്വാധീനിക്കുകയാണ്. അത് പഞ്ചായത്ത് അധികൃതരെ സ്വാധീനിക്കുകയാണ്. അത് രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുകയാണ്. അപ്പോ ഒരു മതപ്രഭാഷണ പരിപാടി കാര്യങ്ങളോ ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണെങ്കിൽ അതിന്റെ സൗണ്ട് കുറച്ച് നാൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു അങ്ങാടിയിൽ, ഒരു നല്ല അങ്ങാടിയാണ്, അവിടെ എല്ലാവരും പ്രോഗ്രാം നടത്തുന്ന പബ്ലിക് ആക്കിയിട്ടുണ്ട്. എല്ലാവരും പരിപാടി അവിടെ ഉണ്ട്. ഞാനവിടെ പ്രസംഗിച്ചു കൊടുക്കും. ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ അങ്ങനെ വരും. ഒരു പോലീസുകാരൻ വന്നിട്ട് അവിടെ മൈക്കക്കാരനോട് വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഷൗട്ട്, എന്തൊക്കെയോ അയാൾ പറഞ്ഞു പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൗണ്ട് പറ്റണം കൊടുക്കണം, മൈക്കിന്റെ സൗണ്ട് കുറഞ്ഞു. പിന്നെ പിന്നെ അങ്ങാടിയിലൊന്നും സൗണ്ട് മാതിരി പറയാം, മുന്നിലുള്ള 4 ആൾക്ക് മാത്രം കേൾക്കുന്ന രൂപത്തിലായി. അപ്പൊ ഞാനത് കഴിഞ്ഞ ശേഷം ചോദിച്ചു, എന്താ സംഭവിച്ചു ചോദിച്ചു. അപ്പൊ പോലീസുകാരൻ വന്ന് പറയണത്, നിങ്ങളെ പ്രശ്നം അങ്ങാടിക്ക് കുറെ ശല്യം ഉണ്ടാക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് താക്കാം. അപ്പൊ അവിടുത്തെ നാട്ടുകാർ പറയുന്നത്, ഈ സ്റ്റേജിൽ വെച്ചിട്ട് 10 മണി വരെ മൈക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആ 10 മണി കഴിഞ്ഞ് 11 മണി 12 മണി വരെ എല്ലാ DJ പാർട്ടിയും പരിപാടി കാത്തടപ്പിക്കുന്ന സ്വഭാവത്തിലൂടെ നടക്കുന്നു. അപ്പൊ പലരും കാണില്ല. എന്താ പ്രശ്നം? ഇതിന് മാത്രം നിയന്ത്രണം. അതേപോലെ പള്ളി വരിക പറഞ്ഞാല് അതിന് 100 ന്യായീകരണങ്ങൾ. അത് അവിടെ ചോദിച്ച് എങ്ങനെയെങ്കിലും ഇതിന് പാടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടുമെന്നാണ് എന്ത് ചെയ്യുന്നത് പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള നരേറ്റീവ് കൊണ്ടുവരും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിന്റെ ബാക്കിയാണ്. അതായത് മതത്തിന്റെ സാമൂഹ്യ വേരുകൾ ഇല്ലാതെയാക്കുകയും ആരാധനാലയങ്ങൾ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുകയും അത് പ്രത്യേകമായ ഒരു മതത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്ന് കാണാതിരുന്നുകൂടാ. അതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഒരു ഇസ്ലാം പേടി. ഈ റോട്ടിൽ കൂടി നമ്മൾ പോകുമ്പോ അവിടെ
ഒരു മൂർഖം പാമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചാൽ പിന്നെ നമുക്കതിൽ പോകാൻ കഴിയും. എന്നിട്ട് അതൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോഴും പിന്നെ എവിടുന്ന് ഒരു ഒച്ച കേൾക്കുമ്പോൾ പാമ്പാണോ അല്ലെ? ഒരു ബേജാറാണ്. അത് നേരത്തെയുള്ള മൈൻഡ് സെറ്റപ്പിന്റെ പ്രശ്നമാണ്. അതേപോലെ ഇസ്ലാമിനെ കുറിച്ച് അത് കുഴപ്പമാണ്, അത് പ്രശ്നമാണ്. ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകുന്നു, വലിയ പ്രശ്നമാണ് അല്ലേ? കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ ചർച്ച ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അത് ചാനലുകൾ ചർച്ച ചെയ്യാം. ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാരല്ലേ ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെ മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ അവർ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും മുഖ്യമന്ത്രിയാകാൻ ചെയ്യും കേരളത്തിൽ. അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അതൊരു പ്രത്യേക മതവിഭാഗമാകുമ്പോൾ ഒരു പ്രശ്നമാണ്. എങ്ങനെ അതൊരു പ്രശ്നമായി തോന്നിയത് എങ്ങനെ? അത് ബോധപൂർവം ഇവിടെ നടന്ന ഇസ്ലാമോഫോബിക്കിന്റെ പണിയാണ്. അതിന്റെ ബാക്കിയാണ് എന്ത്? പള്ളി എന്ന് പറയുമ്പോൾ കുഴപ്പം, അതിന് പരാതി, പ്രശ്നം ഒക്കെ. അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കുന്ന ആളുകളോടും എല്ലാവരോടും പറയുന്നത് ഇത് നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റൂ. നമുക്കിവിടെ ജീവിക്കണ്ട. ഇത് ഉത്തരേന്ത്യയല്ല, ഇത് കേരളമാണ്. ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ അവരവരുടെ ആശയവും കാര്യങ്ങളും പള്ളിയും ചർച്ചും അമ്പലവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോവാണ്. അത് അങ്ങനെ പോകണം. എന്നാൽ നമ്മളെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്പേസ് നമുക്കിവിടെ നിലനിൽക്കുമ്പോൾ അവിടെ നമുക്കൊരു എഡിറ്റിംഗ് ആവശ്യമില്ല. അതെന്താ? രണ്ടറ്റങ്ങളിലാണ് ഇന്ന് സമൂഹം ഉള്ളത്. ഒന്നുകിൽ ഇതര മതസമുദായങ്ങളും ആളുകളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഭയങ്കര ശത്രുതയിൽ നടക്കുന്ന ഒരു സ്വഭാവം. അത് നമുക്ക് ആത്മഹത്യാപരമാണ്. കാരണം നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. അത് അങ്ങനെ തന്നെ ആ സൗഹാർദ്ദത്തോടു കൂടി പോകണം. അവിടെ ഒരിക്കലും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പാടില്ല. എന്നാൽ ചില ആളുകൾ ചെയ്യണം എന്താ വെച്ചാൽ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാവരും പാടെ കൂടെ ഒന്നായി ഇനി എല്ലാ ആരാധനക്കും ഒരു സ്ഥലം മതി എന്നുള്ളടത്ത് എത്തുക. എന്നിട്ട് പള്ളിയിൽ തന്നെ എന്ത് ചെയ്യുക? പൂജ നടക്കുക. അതുപോലെ പിന്നെ മറ്റ് ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുക. അതുപോലെ ചർച്ചിൽ നിസ്കാരം നടക്കുക. ചർച്ചിൽ തന്നെ പിന്നെ വേറെ പൂജയും പരിപാടി നടക്കുക. അങ്ങനെ എല്ലാവരും ചെയ്യാം. അതാണ് സൗഹാർദ്ദം എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നത്. അതൊന്നും ശരിയല്ല. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്നാകല. സൗഹാർദ്ദം രണ്ട് മതങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ ആ രണ്ട് വ്യക്തിയും രണ്ടായി നിൽക്കണം. അപ്പോഴേ സൗഹാർദ്ദത്തിന് ചാൻസ് ഉള്ളൂ. അത് രണ്ടും ഒന്നായ പിന്നെ എന്തൊരു സൗഹാർദ്ദം? പിന്നെ ഒന്നായില്ലേ? അവനവന്റെ ഒരു 3 ഖരവസ്തു ഒരു പാത്രത്തിലിട്ടാണ് കലക്കിന്ന് വിചാരിക്കാൻ പോകുന്നത്. അത് 3 പാടെ ലയിച്ചിങ്ങാണ്ട് ലായിനായി കഴിഞ്ഞാൽ 3ന്റെ അസ്തിത്വം പോയില്ലേ? അത് 3ആയി നിൽക്കണം. 3ആയി നിന്നുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യണം? മനസ്സിലാക്കി സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകണം. ഇതാണ് ശരിക്കും സൗഹാർദ്ദം എന്ന് പറയുന്നത്. അത് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഇന്നിപ്പോ സൗഹാർദ്ദമുള്ള ആളാകണമെങ്കിൽ എന്ത് വേണം? അവനെ മറ്റു മതങ്ങളുടെ അടയാളങ്ങൾ എടുത്ത് അണിയണം. ഒരു വിഷു ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേറെന്തൊരു ആഘോഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷുക്കണിയുടെ മുന്നിൽ വളരെ ഭവ്യതയോട് കൂടി ഒരു മുസ്ലിം പോയി നിന്ന് അവിടെ നെറ്റിലൊരു കുറിയൊക്കെ തൊട്ടാലേ അവനാവുള്ളൂ, ശരിക്കും സൗഹാർദ്ദമുള്ളവനാവുള്ളൂ എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു അമുസ്ലിമായ ഒരു വ്യക്തി ഇതുപോലെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ കയറി നിസ്കരിച്ച് അല്ലെങ്കിൽ പിന്നെ തുപ്പിക്കെട്ട് അയാൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അയാൾ സൗഹാർദ്ദമുള്ളവനാവുള്ളൂ. അയാൾ പുറത്തുനിന്ന ഭയങ്കര കുഴപ്പക്കാരനായി. ഇങ്ങനെ ഒരു നരേറ്റീവ് വരാൻ പാടുള്ളൂ. അത് പാടില്ലല്ലോ. ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം അനുസരിച്ച് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശ വിശ്വാസം ഞാൻ ഓതി വെച്ച ആയത്ത് എന്താ ഈ പള്ളിയുടെ പ്രത്യേകത? പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. പള്ളി എന്ന് പറയുന്നത് ഏകദൈവാരാധനയുടെ കേന്ദ്രമാണ്. പള്ളി എന്ന് പറയുന്നത് തൗഹീദിന്റെ കേന്ദ്രമാണ്. അവിടെ അല്ലാഹുവേ കാക്കണേ എന്നേ വിളിക്കുള്ളൂ. മുഹ്യിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ കഴിയില്ല. ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാ മൂർത്തികളെ വണങ്ങാൻ പാടില്ല. അവിടെ എന്തെങ്കിലും രൂപങ്ങൾ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. കാരണം പള്ളി എന്ന് പറയുന്നത് ഏകദൈവാരാധനയുടെ സ്ഥലമാണ്. എന്നാൽ ക്ഷേത്രമാണെങ്കിലും അമ്പലമാണെങ്കിലും അത് ബഹുദൈവാരാധനയുടെ കേന്ദ്രമാണ്. ചർച്ച് ത്രിയേകത്വത്തിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ വെവ്വേറുണ്ടാകാൻ കാരണം. അപ്പൊ അത് ഒരിക്കലും നമ്മളൊക്കെ എല്ലാം ഒന്നാക്കലല്ല സൗഹാർദ്ദം. അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവരും ചെയ്യാം. എന്നാൽ പരസ്പരം ശത്രുതയില്ലാതെ, പരസ്പരം ശത്രുതയും വർഗീയതയും വൈരാഗ്യവും ഇല്ലാതെ
എന്താണ് മുസ്ലിങ്ങൾ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയണം, മറ്റുള്ളവർ എന്താ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയണം. എന്നിട്ട് പരസ്പരം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അവയവൻ ശരിയെന്ന് വിശ്വസിക്കുന്നത് എന്ത് ചെയ്യുക, അവയവൻ സ്വീകരിക്കാൻ കഴിയണം. അതല്ല ഇന്ത്യ എന്ന് പറയുന്നത്, അതല്ല മതസൗഹാർദ്ദ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലികാവകാശം എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് 12 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കപ്പെട്ട രാജ്യമാണ്. അപ്പൊ മതസ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷെ പ്രബോധനം ചെയ്തിട്ട് ഒരാൾ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിൽ മാറി പറ്റായി. അപ്പൊ എന്താ സംഭവം? ഇത് ഭരണഘടനയ്ക്കെതിരല്ല നിയമം ശരിക്കും. പിന്നെ നിർബന്ധിച്ച് ചെയ്യാൻ പാടില്ല. നിർബന്ധിച്ച് ചെയ്യാൻ ഇസ്ലാം ഏതായാലും അംഗീകരിക്കൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. നിർബന്ധിച്ച് ഒരാളെ മതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അതിന് ഭരണഘടന അനുവദിച്ചെന്നാലും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് കുറെ വിഷയങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ഈ പള്ളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെല്ലും പതിരും വേർതിരിച്ച് ശിർക്കും തൗഹീദും കൂട്ടിക്കുഴക്കുമ്പോ ശിർക്ക് ഏത് തൗഹീദ് ഏത് എന്ന് വ്യക്തമാക്കും. സുന്നത്തും ബിദ്അത്തും കൂട്ടിക്കുഴക്കുമ്പോ സുന്നത്ത് ഏതാണ് ബിദ്അത്ത് ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കും. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുമ്പോ സത്യേത അസത്യതാന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കും. അതാണ് സലഫി പള്ളിയുടെ പ്രത്യേകത, അതാണ് മുജാഹിദ് പള്ളിയുടെ പ്രത്യേകത, അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പടുത്തുയർത്തുന്ന പള്ളികളുടെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് ആ പ്രത്യേകതയോടുകൂടി ഈ പള്ളി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ നടക്കുന്ന ഖുത്ബ പുറത്തേക്ക് സ്പീക്കർ വെച്ച് വിടാന് ഗവൺമെന്റും നമ്മുടെ നിയമം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഉള്ളിൽ പറയുന്നത് തന്നെയാണ് നമ്മൾ പുറത്തും പറയാം. പള്ളിന്റെ ഉള്ളിലൊന്നും പറയാ, പുറത്തൊന്നും പറയുന്ന പരിപാടി ഇല്ല. ഇപ്പൊ നേരത്തെ നമ്മളൊരു അതിഥി പറഞ്ഞു ഒരു ബാൽക്കണി വെക്കണം, എന്നിട്ട് വാരിക്കയിലൊക്കെ വന്നിരിക്കാൻ പറ്റും. എന്തിനാ ബാൽക്കണി? ഈ പള്ളിന്റെ ഉള്ളിൽ ആർക്കും ജുമയ്ക്ക് വന്നിരിക്കാം, ആർക്കും വന്ന് കയറി ഇരുന്ന് കേട്ടു പോകാം, ഒരു പ്രശ്നമല്ല. ഇവിടെ എന്താ പറയണമെന്ന് നോക്കാം. കാരണം എന്താ പറയാ, നമുക്ക് എല്ലാം ഉള്ളിലും പുറത്തൊക്കെ പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയാം. നമുക്ക് എന്താ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ ലോകം നശ്വരമാണ്, മരണശേഷമാണ് യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് പരലോകത്ത് രക്ഷ കിട്ടാൻ നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ പറയാനില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു സന്ദേശം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചില സ്ഥലത്ത് സംഘടനാ പ്രവർത്തനവും പ്രബോധന പരിപാടികളും നടക്കാതിരിക്കാനുള്ള കാരണം പറയുന്നത് എന്താ അറിയാം? ഞങ്ങൾക്കൊരു പള്ളിയില്ല. ഞങ്ങൾ പല സ്ഥലത്തു കൂടി പോകുമ്പോൾ കേൾക്കുന്ന വർത്താനാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പള്ളിയില്ല. ഞാൻ ആകെ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ക്ലാസ് നടത്താൻ പറ്റില്ല, ഒരു ഖുത്ബക്ക് മാർഗമല്ല, ഒരു ജുമയ്ക്ക് മാർഗമല്ല, നിസ്കരിക്കാൻ മാർഗമല്ല. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഉഷാറാണ്. പിന്നെ അവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ വന്ന് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് കണ്ട് എന്താ വയത് നടക്കാത്തത്, എന്താ ഈ പ്രസംഗം നടക്കാത്തത്, എന്താ ക്ലാസ്, എന്താ മൗലവിങ്ങൾ പറയണത്? ഈ പള്ളി കൊണ്ടടക്കാൻ തന്നെ ഞങ്ങൾ ഇടങ്ങാറാകാണ്. ഇപ്പൊ ഒരു പരിപാടി വെച്ച 15,000 റുപ്യ നിർബന്ധമല്ലേ എന്റെ കസാലക്ക് മറ്റും. ഇവിടെ ഇമാമിന് ശമ്പളം കൊടുക്കണമെങ്കിൽ എത്ര കാശ് വേണം, ഇവിടുത്തെ കറണ്ട് ബിൽ അടക്കണമെങ്കിൽ എത്ര പൈസ ആണ്. അതന്നെ ഞങ്ങൾ ആകെ ഇടങ്ങാറായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പരിപാടിയൊക്കെ? അപ്പൊ പിന്നെ പള്ളി വന്നതാണ് പിന്നെ പരിപാടികളൊക്കെ ഉള്ള കാരണം. അങ്ങനെ ആകരുത്. പള്ളി വന്നാല് നമ്മളെ പ്രബോധന പ്രവർത്തനം ശക്തിപ്പെടുകയാണ് ചെയ്യേണ്ടത്. അത് പള്ളിയാണ് വന്നാൽ ഒക്കെ പള്ളി കണ്ട് ഒതുങ്ങി, പിന്നെ അവിടെ അങ്ങനെ നിസ്കാരവും പരിപാടി മാത്രം, പിന്നെ പ്രബോധനമില്ല, ദഴവത്തുമില്ല, അല്ലേ? പിന്നെ അതിവിടെ പറയാൻ പറ്റൂല, മറ്റേതിവിടെ പറയാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ദീനിയായ കാര്യങ്ങളും നമ്മുടെ പ്രബോധന അതൊക്കെ പറയാനും അത് ഖുത്ബയിലും കാര്യങ്ങളും അറിയിക്കാനും ഒക്കെ നിർഭയമായി അതിനാണ് നമ്മൾ പള്ളി ഉണ്ടാക്കിയത്. ആ രീതിയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. പള്ളി കമ്മിറ്റിന്റെ പണി പിന്നെ ജോലിയാണെന്ന് പറഞ്ഞ നാട്ടുകാരെന്ത് ചെയ്യാൻ പാടില്ല, മാറിക്കാൻ പാടില്ല. എല്ലാവരും എന്ത് ചെയ്യുക, ഈ പള്ളി ഇവിടെ വൃത്തിയായിരിക്കും പറ്റി എല്ലാവരും പറഞ്ഞല്ലോ. ആ വൃത്തി ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതൊരു മുഅദ്ദിനോ അല്ലെങ്കിൽ ക്ലീനറിന് ഉദ്ദേശിച്ച ആളോ മാത്രം വിചാരിച്ചാൽ നടക്കൂല, കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ നടക്കൂല, നമ്മളെല്ലാവരും വിചാരിക്കണം. അതോടൊപ്പം തന്നെ ഇതിന് കടം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പറ്റില്ല. എല്ലാവരും അവരവർ കഴിയുന്ന നല്ല എമൗണ്ട് ഇതിലേക്ക് കൊടുത്ത് നല്ല ഇത് പിന്നെ എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഷൂറ ചെയ്യേണ്ട കാര്യങ്ങൾ ഷൂറ ചെയ്യണം. അങ്ങനെ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകണം. ഇന്നിവിടെ ധാരാളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് എന്നോട് സംഘാടകർ പറഞ്ഞു. അവർ LED-യിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശക്തമായി ഈ പള്ളി വന്നതിന് ശേഷം നിങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, കുട്ടികളുടെ പ്രവർത്തനം സജീവമാക്കണം. അങ്ങനെ നമ്മുടെ
എല്ലാ പ്രായക്കാരുടെയും പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം. മെയ് 12-ാം തീയതി വരുന്ന നമ്മുടെ ആ പരിപാടിക്ക് ഈ മഹല്ലിൽ നിന്നായിരിക്കണം കൂടുതൽ ആളുകൾ പങ്കെടുക്കേണ്ടത്. ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത് ഇവിടുന്നായിരിക്കണം എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകൾ പങ്കെടുക്കേണ്ടത്. അങ്ങനെ ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇതിന് കാശ് ചെലവാക്കുകയും ഒക്കെ ചെയ്ത എല്ലാ സഹൃദയർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ രോഗം സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അവരുടെയൊക്കെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വിദേശത്ത് നമുക്കറിയാം പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ GCC രാഷ്ട്രങ്ങളിൽ ക്രൈസിസ് ഉണ്ട്. ഈ പെരുവള്ളൂർ പഞ്ചായത്തൊക്കെ ഗൾഫിനെ കൂടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. മഴീഷത്തിന് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ മഴീഷത്തിനുള്ള ഒരു മാർഗം അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും അള്ളാഹു നിറക്കുമാറാകട്ടെ. ഈ പള്ളി നിമിത്തമായി പുതിയ പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാനും കൃത്യമായ 5 വക്ത് ജമാഅത്ത് നമസ്കരിക്കാനും അങ്ങനെ ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി നേടി മരിച്ചു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.